പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു, ഏതവസ്ഥയിലിരുന്നു, മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാൽ മതി. വിളിപ്പുറത്ത് ഓടിയെത്തുന്നവനാണ് എൻ്റെ ദൈവം. പ്രിയ കുഞ്ഞേ, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എൻ്റെ ജീവിക്കുന്ന ദൈവം എന്നോട് കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭാരപ്പെടണം? ഞാൻ ആരെ പേടിക്കണം? യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈശോയെ, ഈ പ്രഭാതത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയ ഈ വചനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ദിനം, ഈ വചനം ഞങ്ങൾക്ക് ശക്തിയാകട്ടെ, സംരക്ഷണമാകട്ടെ, കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപമോടെ കരയുന്ന നേരം എൻ മുന്നിൽ തെളിയും നിൻ രൂപം. അകതാരിലേറിയുമെൻ നൊമ്പരം കാണുമ്പോൾ തേങ്ങുമെൻ നാഥന്റെ ഹൃദയം. എന്നുള്ളിൽ നിറയാ തുടിക്കും നിൻ ഹൃദയം. അനുഭവിച്ചറിയാൻ എന്നുള്ളം. നാഥ, എനിക്കു നീ തന്നീടണേ. അനുതാപമോടെ കരയുന്ന നേരം എൻ മുന്നിൽ തെളിയും നിൻ രൂപം. അകതാരിലേറിയുമെൻ നൊമ്പരം കാണുമ്പോൾ തേങ്ങുമെൻ നാഥന്റെ ഹൃദയം. എന്നുള്ളിൽ നിറയാ തുടിക്കും നിൻ ഹൃദയം. അനുഭവിച്ചറിയാൻ എന്നുള്ളം. നാഥ, എനിക്കു നീ തന്നീടണേ. നീറുന്ന നമ്മുടെ എല്ലാ ഹൃദയ നൊമ്പരങ്ങളെയും ഈശോയുടെ മുമ്പിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. ഈശോയെ, എന്നെ സഹായിക്കാൻ ആരുമില്ലാട്ടോ, നീ മാത്രമേ ഉള്ളൂ. മുട്ടാത്ത വാതിലുകളില്ല, ഒരു കൈ തന്ന് സഹായിക്കാൻ എനിക്കാരുമില്ല ഈശോ. എടുത്താൽ പൊങ്ങാത്ത ജീവിത കുരിശുമായി ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ഭാരം എനിക്ക് ഒറ്റയ്ക്ക് വഹിക്കാൻ പറ്റണില്ല ഈശോ, എന്നെ സഹായിക്കണം. ഒത്തിരി വിഷമങ്ങൾ, പ്രയാസങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. കടഭാരം കൊണ്ട് വലയുന്ന നിന്റെ മക്കളെ ഒന്ന് കാണണേ ഈശോ. രോഗപീഠകളാൽ നീറുന്ന നിന്റെ മക്കളെ ഒന്ന് നോക്കണേ ഈശോ. കുടുംബത്തിലെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് വേദനിക്കുന്നവര്, കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത മക്കള്, വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ കിടക്കുന്നവര്, നീണ്ട നാളുകളായി ദൈവമേ നിന്റെ മുൻപിൽ സ്ഥിരം സമർപ്പിക്കുന്ന ചില പ്രാർത്ഥനകൾ, നടക്കാത്ത ചില നിയോഗങ്ങൾ, യാചനകൾ, മക്കളെ ഓർത്തുള്ള ആകുലതകൾ, ജോലിയില്ലാത്ത അവസ്ഥ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, പഠിച്ചിട്ടും ഓർത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈശോയെ, പലവിധ പ്രശ്നങ്ങളാൽ നീറുന്ന നിൻ്റെ മക്കളെ നീ ഒന്ന് കാണണേ ഈശോ. ഇവരെ നീ ഒന്ന് ചേർത്ത് പിടിക്കണേ ഈശോ, ഒന്ന് ആശ്വസിപ്പിക്കണേ ഈശോ. തകർന്നു പോകാൻ, തളർന്നു പോകാൻ,
നിൻ്റെ മക്കളെ നീ ഇടയാക്കല്ലേ ഈശോ. നിന്നെ വിളിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരാളെപ്പോലും ഈശോ നീ ഉപേക്ഷിക്കല്ലേ. ഈ മക്കൾ ഇന്ന് നിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ കരസ്പർശമുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയമക്കളെ, നമുക്ക് വഴി കാട്ടിത്തരുന്ന ഇതാണ് വഴി, ഇതിലേ പോവുക എന്നരുളി ചെയ്ത ആ നല്ല തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ പ്രശ്നത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. 25-ാം സങ്കീർത്തനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കട്ടെ. 25-ാം സങ്കീർത്തനം ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ച അനേകരിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. നമുക്കിനി മുതൽ നമ്മുടെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തനം കൂടി ഉൾപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി. 25-ാം സങ്കീർത്തനത്തിൻ്റെ അഭിഷേകം. പ്രിയമക്കളെ, നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ഈ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയിരിക്കട്ടെ ഈ ദിവസം മുഴുവൻ. ഈശോയെ, നിൻ്റെ പ്രിയമക്കളെ എല്ലാവിധ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ദുഃഖദുരിതങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കർത്താവെ നീ കാത്തുകൊള്ളണമേ. നിൻ്റെ ഉള്ളം കയ്യിൽ നിൻ്റെ മക്കളെ നീ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയം ഞങ്ങളുടെ സങ്കടങ്ങൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.